محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ കിതാബുൽ ജന്ന വസിഫത്തു നഈമിഹ വഅഹ്ലിഹ, സ്വർഗത്തെ സംബന്ധിച്ച് വിവരിക്കുന്ന അധ്യായം. സ്വർഗവാസികൾ സ്വർഗത്തിലുള്ള സൗഭാഗ്യങ്ങളും സ്വർഗവാസികളും അവരുടെ വസ്ഫ്, സിഫത്ത്, വിശേഷണങ്ങൾ അവയെ സംബന്ധിച്ച് വിവരിക്കുന്ന അധ്യായത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന വളരെ കുറഞ്ഞ വാക്കുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഹദീസ്, അതൊന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുക എന്നത് മാത്രമാണ് ഈ ഒരു ഇരുത്തത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. വസ്അലുല്ലാഹ് ബിഅസ്മാഇഹിൽ ഹുസ്ന വസിഫാത്തിഹിൽ ഉല അൻ യൻഫഅന ബിമാ നഖൂലു വനസ്മഅ വല്ലാഹു വലിയ്യുത് തൗഫീഖ്. ആ ഹദീസ് അങ്ങനെ ഞാൻ വായിക്കാം. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ അഫ്ഇദതുഹും മിസ്ലു അഫ്ഇദത്തിത് ത്വയ്ർ. യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും, അഖ്വാമുൻ, ഖൗമ്, അഖ്വാം, ജനവിഭാഗങ്ങൾ, അഫ്ഇദത്തുഹും, അവരുടെ ഹൃദയങ്ങൾ, മിസ്ലു അഫ്ഇദത്തിത് ത്വയ്ർ, പക്ഷികളുടെ ഹൃദയങ്ങൾ പോലെ ആയിരിക്കും. ഇതാണ് ഹദീസ്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസാണിത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മുഅ്മിനീങ്ങളുടെ ഹൃദയത്തെ ഉപമിച്ചു പറഞ്ഞു തന്നിരിക്കുന്നത് ഒരു വസ്ഫ് കൊണ്ടാണ്, ഒരു സിഫത്ത് കൊണ്ടാണ്. യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ, സ്വർഗത്തിലേക്ക് ഒരു വിഭാഗം ആളുകൾ, അഖ്വാമുകൾ, വിഭാഗങ്ങൾ പ്രവേശിക്കും. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ, അഫ്ഇദത്തുഹും, അവരുടെ ഹൃദയങ്ങൾ, മിസ്ലു അഫ്ഇദത്തിത് ത്വയ്ർ, പക്ഷികളുടെ ഹൃദയങ്ങൾ പോലെ ആയിരിക്കും. ഈ ഹദീസിന് അഇമ്മത്ത്, ഉലമാക്കൾ ധാരാളക്കണക്കിന് വാക്കുകളിൽ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ പൗരാണികനായ ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹ് ശറഹ് ചെയ്തിട്ടുള്ളതിൽ പ്രസിദ്ധനായ പ്രഗത്ഭനായ ഇമാം
അബുൽ അബ്ബാസുൽ ഖുർത്തുബി റഹിമഹുല്ലായുടെ അൽ മുഫഹിം എന്ന കിതാബിൽ വന്നിട്ടുള്ള ചില വാക്കുകൾ, അതും ആധുനികരിൽ ഈ ഹദീസ് വർണ്ണിക്കുന്ന സമയത്ത് സുന്ദരമായി ഹദീസുകളെ വിവരിച്ചിട്ടുള്ള അൽ ഇമാം അൽ അല്ലാമ അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലായുടെ വാക്കുകളും അവ ഒന്ന് ജസ്റ്റ് വായിച്ചു പോയാൽ തന്നെ വളരെ സുന്ദരമായി ഈ ഹദീസിൻ്റെ മഹാനികൾ നമുക്ക് മനസ്സിലാകും. അതൊന്ന് മനനം ചെയ്യുകയും സ്വാംശീകരിക്കുകയും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അത് ഉൾക്കൊള്ളുകയും ഹൃദയം അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കുകയും അത് നിലനിന്ന് കിട്ടുകയും എന്നിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പറഞ്ഞ വസ്ഫോടുകൂടിയ ഹൃദയങ്ങളുമായി സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറഞ്ഞു, യഹ്തമിൽ, ഇത് പക്ഷികളുടെ ഹൃദയങ്ങൾ പോലെ എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള അഥവാ മറ്റു ഹദീസുകളിൽ വന്നിട്ടുള്ള വിവരണങ്ങൾ വെച്ചുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാവുന്ന വ്യാഖ്യാന സാധ്യതകൾ എന്തൊക്കെയുണ്ട്? ഒന്ന്, അയ്യുഖാൽ ഇന്നമാ ശബ്ബഹഹാ ബിഹാ ലിദഅഫിഹാ വരിഖതിഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മുഅ്മിനീങ്ങളുടെ ഹൃദയത്തെ പക്ഷികളുടെ ഹൃദയവുമായി സാമ്യപ്പെടുത്തിയത് പക്ഷികളുടെ ഹൃദയമെന്ന് പറഞ്ഞാൽ വളരെ ദുർബലമാണ്, വളരെ ലോലമാണ്, റിക്കത്തുള്ളതാണ്, ദുർബലമാണ്, വളരെ ലോലമായ നേർത്ത ഹൃദയമുള്ളവരാണ്. കമാ ഖാല ഫി അഹ്ലിൽ ഈമാൻ, അഹ്ലുൽ ഈമാനിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ വസ്ഫിൽ പറഞ്ഞത് കാണാം. ഹും അറഖു ഖുലൂബൻ വഅഫഅഫു അഫ്ഇദ. അദ്ദേഹം സൂചന നൽകുന്നത് സുപ്രസിദ്ധമായ ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസിലേക്കാണ്. ഹും അറഖു അഫ്ഇദതൻ വഅലിയനു ഖുലൂബ. അതാക്കും അഹ്ലുൽ യമൻ, യമനുകാരൻ അവരുടെ അടുക്കലേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തു. ഹും അറഖു അഫ്ഇദതൻ വഅലിയനു ഖുലൂബ. അവർ മുഅ്മിനീങ്ങളാണ്, ഈമാനിന്റെ അഹ്ലുകാരാണ്. ഹും അറഖു അഫ്ഇദതൻ, വളരെ ലോലമായ ഹൃദയമുള്ളവരാണ്, വളരെ ലോലമായ ഹൃദയമുള്ളവരാണ്. വഅലിയനു ഖുലൂബ, വളരെ നേർത്ത ഹൃദയത്തിൻ്റെ ആളുകളാണ്, ലയ്യനാണ്. അവരുടെ ഉള്ള് വളരെ ലോലമാണ്, അവരുടെ ഹൃദയങ്ങൾ വളരെ ലയ്യനാണ്, സോഫ്റ്റാണ്. അങ്ങനെയുള്ളവരാണ് അവർ. ഈ പറഞ്ഞ രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് കയറുന്ന മുഅ്മിനീങ്ങളുടെ വസ്ഫായിട്ട് പക്ഷികളുടെ ഹൃദയം പോലെയാണ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ സാധ്യതയുള്ളത് അന്നഹു അറാദ ബിഹ അന്നഹ മിസ്ലഹ ഫിൽ ഖൗഫി വൽ ഹൈബ. ഖൗഫിലും ഹൈബത്തിലും, പേടിച്ച് വിറക്കുന്ന, ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ കാണുന്ന ഹൈബത്തും ഖൗഫും, കാര്യങ്ങളെ പേടിയോടുകൂടി ഉൾക്കൊള്ളുന്ന, അതിലായിരിക്കും ആ ഉപമ. പക്ഷികൾ വളരെ പേടിയുള്ളവരാണ്, അവരുടെ ഹൃദയങ്ങൾ പേടിപ്പെടുന്നതാണ്.
والطير على الجملة أكثر الحيوانات خوفا وحذرا. പക്ഷികൾ ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേടിയും ജാഗ്രതയുമുള്ളവരാണ്. അതുകൊണ്ട് അതായിരിക്കാം. ഇമാം മുസ്ലിമിന്റെ സഹീഹിനെ ശർഹ് ചെയ്യുന്നതിൽ പ്രസിദ്ധനാണ് അൽ ഹാഫിദുൻ നവവി. ഹാഫിദുൻ നവവിയും ഇതേ രൂപത്തിൽ തന്നെ ഇത് വ്യാഖ്യാനിക്കുകയും മൂന്നാമതായി ഒരു ഫായിദ കൂടി ഉണർത്തുകയും ചെയ്തത് കാണാം. പക്ഷികളെ ഹൃദയം കൊണ്ട് ഉപമിച്ചതിന് തവക്കുലിന്റെ കാര്യത്തിൽ മുഅ്മിനീങ്ങളുടെ ഹൃദയം പക്ഷികളുടെ ഹൃദയം പോലെയാണ്. അതേതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ അത് സൂചിപ്പിച്ചതാണ്. ലൗ അന്നകും തവക്കൽതും അലല്ലാഹി ഹഖ്ഖ തവക്കുൽ ലറസഖകും കമാ യർസുഖു അത്വയ്ർ. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിൽ തവക്കുൽ ചെയ്യുന്നതിൽ സത്യസന്ധമായ യഥാർത്ഥമായ തവക്കുൽ നിങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ പക്ഷികൾക്ക് റിസ്ക് കൊടുക്കുന്നത് പോലെ, ഭക്ഷണം കൊടുക്കുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകുമായിരുന്നു, അള്ളാഹ് നിങ്ങൾക്ക് റിസ്ക് നൽകുമായിരുന്നു. യഗ്ദു ഖിമാസൻ വയറൂഹു ബിത്താന. പക്ഷികൾ അവരുടെ കൂടുകളിൽ നിന്ന് പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി പുറത്തിറങ്ങുന്നു. ഒട്ടിയ വയറുമായി പൂർണ്ണ പ്രതീക്ഷയോടുകൂടി തങ്ങൾക്കുള്ള റിസ്ക് അല്ലാഹ് വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്താൻ വേണ്ടി അല്ലാഹ് അനുവദിച്ചിട്ടുള്ള അസ്ബാബുകൾ പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണ ഹൃദയത്തോടുകൂടി, പൂർണ്ണ പ്രതീക്ഷയോടുകൂടി ഇറങ്ങി പുറപ്പെടുന്നു. വൈകിട്ട് കൂടുകളിലേക്ക് തിരിച്ചു വരുന്നത് ബിത്താന, നിറഞ്ഞ വയറുമായിട്ടാണ്. ഇതും ഈ ഉപമയുടെ അർത്ഥതലങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ, മൂന്ന് ഫായിദകൾ ഇമാമിയങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഒന്ന്, ഹൃദയത്തിന്റെ നൈർമല്യവും ഹൃദയത്തിന്റെ ദൗർബല്യവും. ദുർബലമാണ്, പേടിപ്പെടുന്നതാണ്, അങ്ങേയറ്റം ഭയപ്പാടോടുകൂടി ഈമാൻ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഖൗഫ് അതിൽ നിറയും. ഈമാൻ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന തീർത്ത ഭയം അതിൽ നിറഞ്ഞു നിൽക്കും. വജിലത്തായിരിക്കും. ഖുലൂബുഹും വജില, പിടക്കുന്നതായിരിക്കും, നൈർമല്യമുള്ളതായിരിക്കും, വളരെ സോഫ്റ്റ് ആയിരിക്കും ഈമാൻ കയറിയ ഹൃദയം. വളരെ സോഫ്റ്റ് ആയിരിക്കും, പേടിപ്പെടുന്നതായിരിക്കും. പക്ഷികളെപ്പോലെ പേടിക്കുന്നത്, ജാഗ്രത ഉൾക്കൊള്ളുന്നത്. എവിടെ നിന്നാണ് അപകടം വരുന്നത്, ആ അപകടങ്ങളെ പേടിക്കുന്ന ഒരു ചെറിയ ശബ്ദം പോലും കേട്ടാൽ ഭയപ്പെടുന്നവരാണവർ. അതുപോലെ തന്നെ തവക്കുലിന്റെ കാര്യത്തിൽ പക്ഷികളെപ്പോലെ തവക്കുലുള്ളവരായിരിക്കും ഈമാനിന്റെ കാര്യത്തിൽ അവർ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ഭാഗം അഥവാ ആധുനികരിൽ ഈ ഹദീസ് ശർഹ് ചെയ്തതിൽ സുന്ദരമായി ഈ കാര്യങ്ങൾ വിവരിച്ചിട്ടുള്ള ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാഹിയുടെ വാക്കുകൾ കൂടി ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. كذلك حديث أبي هريرة يقول النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ ഖുലൂബുഹും കഅഫ്ഇദത്തി ത്വയ്ർ. സ്വർഗത്തിലേക്ക് ഒരു വിഭാഗം ആളുകൾ പ്രവേശിക്കും. അവരുടെ ഹൃദയങ്ങൾ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങൾ പക്ഷികളുടെ ഹൃദയം പോലെ ആയിരിക്കും. യഅനി മിൻ റിഖ്ഖത്തിഹാ,
وخشوعها وخضوعها لله وخوفها منه ضعيفة قد أنهكها الخوف والحذر. അതിൻ്റെ നൈർമല്യവും സോഫ്റ്റ്നെസ്സും അതിലുള്ള പേടിയും ഖുശൂഉം ഖുദൂഉം അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് ഭയപ്പെടുന്ന ഖുശൂഅ്, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ വിധേയത്വം ഖുദൂഅ്, അള്ളാഹുവിനോടുള്ള ഖൗഫ്, ഇതെല്ലാം ഉൾക്കടന്നുകൊണ്ട് ദഈഫ വളരെ ദുർബലമായിട്ടുണ്ടാകും. അഹങ്കാരമുള്ള കടുത്ത ഹൃദയങ്ങളല്ല, നൈർമല്യമുള്ള വളരെ ലോലമായ ഹൃദയങ്ങളായിട്ടുണ്ട്. അത് അൻഹക്കഹൽ ഖൗഫ് വൽ ഹദർ, പേടിയും ജാഗ്രതയും ആ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഹക്കദൽ മുഅ്മിൻ, ഇപ്രകാരമാണ് മുഅ്മിൻ. യഖാഫ് വയഹ്ദർ, പേടിപ്പെടുന്നവനാണ്, ജാഗ്രത ഉൾക്കൊള്ളുന്നവനാണ്. വയഅ്തമിദു അലല്ലാഹ്, അല്ലാഹുവിൽ അവലംബിക്കുന്നവനാണ്. വലാകിൻ മഅൽ ഖൗഫ് മഅൽ ഹദർ, പേടിയോടുകൂടി ജാഗ്രതയോടുകൂടി അല്ലാഹുവിൽ തികഞ്ഞ ഈമാനും തികഞ്ഞ മഹബ്ബത്തും തികഞ്ഞ ഖൗഫും തികഞ്ഞ റജാഉം ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയങ്ങൾ നൈർമല്യപ്പെട്ടിട്ടുണ്ടാകും. ഖാല തആല, അല്ലാഹു പറഞ്ഞു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. മുഅ്മിനീങ്ങളെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്വർഗവാസികളായി തീരുന്ന ആ മുഅ്മിനീങ്ങൾ ദുനിയാവിൽ അവരുടെ വസ്ഫ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ ഖൈറാത്തുകളിൽ, നന്മകളിൽ, ഖൈറാത്തുകളിൽ അവർ വളരെ ധൃതിയോട് കൂടിയിട്ട് ധൃതി കാണിക്കുന്നവരാണ്. ഖൈറാത്തുകളിലേക്ക്, നന്മകളിലേക്ക് വളരെ വേഗതയിൽ ധൃതിയോട് കൂടിയിട്ട് പോകുന്നവരാണവർ. വയദഊനന, നമ്മെ വിളിച്ച് ദുആയിരക്കുന്നവരായിരുന്നു അവർ. റഗബൻ വറഹബ, റഗബൻ തികഞ്ഞ പ്രതീക്ഷയോടുകൂടി, വറഹബ അങ്ങേയറ്റത്തെ ഭയപ്പാടോടുകൂടി, വകാനൂ ലനാ ഖാശിഈൻ നമ്മുടെ മുന്നിൽ വിധേയത്വത്തോടുകൂടി ഭയപ്പാടോടുകൂടി ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു അവർ. വഖാല ഫീ ഹഖ്ൽ അഖ്യാർ, അഖ്യാറുകളായ ഉത്തമരായ ഉന്നതരായ അഹ്ലുൽ ഈമാനിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞു, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില, അവർ ചെയ്യേണ്ടതൊക്കെ കൃത്യമായി ചെയ്യും, വീഴ്ച വരുത്താതെ അവരുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം അവർ നിറവേറ്റും. വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങളോ ചെയ്തു തീർക്കുമ്പോൾ പേടിപ്പെട്ടുകൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബയെ അതിൻ്റെ പടവുകളിൽ പടുത്തുയർത്തുന്ന സമയത്ത് അത്രയും വലിയ ഒരു അമല് ചെയ്തുകൊണ്ടിരിക്കെ കരഞ്ഞുകൊണ്ട് ദുആയിരക്കുകയാണ്. ആ പ്രവൃത്തി പൂർത്തിയാക്കുന്നു, അല്ലാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഒരു വീഴ്ചയും വരുത്താതെ പൂർത്തിയാക്കുന്നതോടുകൂടി റബ്ബനാ തഖബ്ബൽ മിന്നാ, ആരാണ്? ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഈമാൻ അതാണ്. ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ തന്നെ സ്വീകരിക്കുമോ അതോ തള്ളപ്പെടുമോ, ഈ ഭയപ്പാടോടുകൂടിയാണ് അവരുടെ ഹൃദയം. വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ പിടക്കുകയാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തീർച്ചയായും അവരവരുടെ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. അമല് ചെയ്യുമ്പോൾ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും, റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. റബ്ബാണ് അതിന് പ്രതിഫലം നൽകുന്നത്. എന്തായിരിക്കും ഞാൻ എൻ്റെ അമലുമായി ചെല്ലുമ്പോൾ എൻ്റെ അവസ്ഥ? അതാണ് അവരുടെ പേടി. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ ഖൈറാത്തുകളിലേക്ക്, നന്മകളിലേക്ക് ധൃതിയോടുകൂടി മുന്നിട്ട് വരുന്നവരാണ്. വഹും ലനാ സാബിഖൂൻ വഹും ലഹാ സാബിഖൂൻ, അവരതിലേക്ക് മത്സരിച്ച് മുന്നേറുന്നവരായിരുന്നു. എന്നിരിക്കെ അവരുടെ ഹൃദയങ്ങൾ ഈമാൻ കൊണ്ട് നിറഞ്ഞതും അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് പിടക്കുന്നതുമാണ്. ഫൽ ഈമാനു സാദിഖ്, അതുകൊണ്ട് തന്നെ സത്യസന്ധമായ ഈമാൻ ഉള്ളിൽ കടന്നാൽ,
യഹ്മിലു സാഹിബഹു അലൽ മുസാറഅ ഇലൽ ഖൈറാത്ത്. സത്യസന്ധമായ ഈമാൻ നന്മകളിലേക്ക് ധൃതിയോടുകൂടി ചെയ്യാൻ അതിന്റെ അഹ്ലുകാരനെ പ്രേരിപ്പിക്കും. വൽ ഖൗഫി വൽ വജ്ൽ, അങ്ങേയറ്റത്തെ ഭയപ്പാടും ഹൃദയങ്ങൾ പിടക്കുന്നതിനും പ്രേരിപ്പിക്കും. വശഫഖ വൽ ഹദർ, പേടിയും ജാഗ്രതയും ഉൾക്കൊള്ളാൻ വേണ്ടി പ്രേരിപ്പിക്കും. ദാഇമൻ, അത് എപ്പോഴും ദാഇമൻ ഫി അമൽ വജിദ്ദിൻ വനശാത്ത്, എപ്പോഴും പ്രവർത്തനമുള്ളതായിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതായിരിക്കും, ത്യാഗം ചെയ്യുന്നതായിരിക്കും, ഉണർവിലായിരിക്കും, ഉന്മേഷത്തിലായിരിക്കും, ദിക്ർ കൊണ്ട് നിറഞ്ഞതായിരിക്കും. ലിഅന്ന കമാല ഈമാനിഹി ബില്ലാഹ് വകമാല ഖൗഫിഹി മിനല്ലാഹ് വറജാഇഹി ലഹു യദ്ഉ ഇലൽ അമൽ. അല്ലാഹുവിനോട് അവനുള്ള ഈമാൻ, അല്ലാഹുവിനുള്ള ഈമാൻ, ആ പൂർണ്ണമായ ഈമാൻ, പൂർണ്ണമായ ഭയം, പൂർണ്ണമായ പ്രതീക്ഷ, ഇത് മുഴുവൻ ഒരുമിച്ച് ചേരുന്ന ഹൃദയം, അല്ലാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും അങ്ങേയറ്റത്തെ ഭയപ്പാടും അങ്ങേയറ്റത്തെ പ്രതീക്ഷയും ഒന്നിച്ചു ചേരുന്ന ഹൃദയം യദ്ഉ ഇലൽ അമൽ, അമല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹൃദയം എപ്പോഴും അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, വിളിച്ചുകൊണ്ടേയിരിക്കും. ബിഖിലാഫി ദഈഫിൽ ഈമാൻ, എന്നാൽ ഈമാൻ ദുർബലമായ ഒരാൾ ഫഇന്നഹു കസൂൽ, അവൻ അലസനായിരിക്കും. ലാകിൻ കുല്ലമാ സാദൽ ഇൽമു ബില്ലാഹ് വസാദത്ത് ഖശിയത്തുല്ലാഹ് സാദൽ അമലു സ്സാലിഹ്. എന്നാൽ എത്രത്തോളം അല്ലാഹുവിനെക്കുറിച്ചുള്ള ജ്ഞാനം, അല്ലാഹുവിനെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുകയും ആ അറിവ് അല്ലാഹുവിനെക്കുറിച്ചുള്ള ഭയപ്പാട് വർദ്ധിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ ആ അറിവ് സാലിഹായ അമലുകളിൽ വർധനവുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. വലിഹാദാ കാന നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലുൻ നാസി ഈമാനാ വഅക്മലുഹും ഖശിയത്തൻ ലില്ലാഹ് വഅത്ഖാഹും ലില്ലാഹ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ഏറ്റവും നന്നായി അറിഞ്ഞ ആളായിരുന്നു, ഏറ്റവും പൂർണ്ണമായ ഈമാനുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പൂർണ്ണമായി അല്ലാഹുവിനെ ഭയപ്പെടുകയും അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ആളും അദ്ദേഹം തന്നെയാണ്. മിസ്ലമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വല്ലദീ നഫ്സി ബിയദി ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, അല്ലാഹുവിന്റെ കയ്യിൽ, ആ അല്ലാഹുവാണ്. ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹുവിനെ നന്നായി അറിയുന്നത്. ഇമാം ബുഖാരിയുടെ റിവായത്തിൽ അത് തന്നെ കാണാം, വഅലമുക്കും ബില്ലാഹ്. അതുകൊണ്ട് തന്നെ ഞാനാണ് അഖ്ശാകും ലില്ലാഹ്, ഏറ്റവും നന്നായി അല്ലാഹുവിനെ ഭയപ്പെടുന്നവൻ. വഅത്ഖാകും ലഹു, ഏറ്റവും നന്നായി അല്ലാഹുവിൽ തഖ്വ വെച്ച് പുലർത്തുന്നവൻ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സമയവും നിരന്തരമായി ഇബാദത്തുകളിലായിരുന്നു, ദിക്റിലായിരുന്നു, പൂർണ്ണത കൈവരിച്ച ആളാണ്. അതിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതിന്റെ പുറത്തേക്ക് ഇനി ഒരാൾക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടൊരു പ്രവർത്തിക്കാനില്ല. ആ ഹദീസ് പറയുന്ന സന്ദർഭം അതാണ്. നമുക്ക് കേട്ട് പരിചയമുള്ള സുവിദിതമായ സംഭവമാണ്. 3 ആളുകൾ അവര് ആയിഷ ബീവി റളിയല്ലാഹു തആലയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, റസൂലുള്ളാഹിന്റെ അമൽ എങ്ങനെയാണ്? റസൂലുള്ളാഹിന്റെ അമൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തം പറഞ്ഞാൽ കാന ഖുലുഖുഹു അൽ ഖുർആൻ, മൊത്തം സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്താണോ അത് തന്നെ. എങ്ങനെയാണോ അതിൽ അല്ലാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചിട്ടുള്ളത് അതനുസരിച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ അമലുകളെ കുറിച്ച് ചോദിച്ചു, അമലുകൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവർക്ക് തോന്നി അതൊക്കെ കുറച്ചേ ഉള്ളൂ, റസൂൽ വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ, റസൂലുള്ളാഹിക്ക് അത് മതിയാകും, കഴിഞ്ഞതും വരാനുള്ളതും പുറത്തു കൊടുത്തിട്ടില്ല അല്ലാഹ്, നമുക്കത് പോരല്ലോ, നമ്മൾ പാപികളല്ലേ, നമുക്കൊരുപാട് തെറ്റുകുറ്റങ്ങളില്ലേ, അതുകൊണ്ട് രാത്രി ഇനി ഉറങ്ങുന്ന പ്രശ്നമല്ല, രാത്രി രാത്രി മുഴുവൻ നിസ്കാരമാണ്, പകലിനി നോമ്പില്ലാത്തൊരു പകൽ എനിക്കുണ്ടാവില്ല എന്ന് മറ്റൊരാൾ, എല്ലാ പകലുകളും ഇനി നോമ്പാണ്. 3-ാമത്തെ ആൾ പറഞ്ഞു, ഞാനിനി കുടുംബം, കുട്ടികൾ, ഭാര്യമാരുമായുള്ള സംസർഗം ഉണ്ടാവില്ല, അഅ്തസിലു നിസ്സാ, കുടുംബം വേണ്ട, കുട്ടികൾ വേണ്ട. ഇത് കേട്ട് ഇത് പറഞ്ഞ് അവർ തിരിഞ്ഞു പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തിരിച്ചു വന്ന സമയത്ത് ആയിഷ ബീവി കാര്യം പറഞ്ഞു കൊടുത്തു. അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിപ്പിച്ചു. അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ അള്ളാഹനെ എത്രത്തോളം പേടിക്കുന്നു, സ്നേഹിക്കുന്നു എന്നാണോ? എങ്കിൽ നിങ്ങളെക്കാൾ അള്ളാഹുവിനെ പേടിക്കുന്ന ആളാണ് ഞാൻ. അള്ളാഹുവിനെ അറിയുന്ന ആളാണ് ഞാൻ. അള്ളാഹുവിനെ പേടിക്കുന്ന ആളാണ് ഞാൻ. അള്ളാഹുവിൽ തഖ്വ വച്ചു പുലർത്തുന്ന ആളാണ് ഞാൻ. ഞാൻ ഉസല്ലി വ അനാം, രാത്രിയിൽ നിസ്കരിക്കും, ആ രാത്രിയിൽ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യും. ഉറക്കില്ലാത്ത രാത്രിയല്ല എൻ്റെ രാത്രി. നിസ്കാരമുള്ളതുപോലെ തന്നെ ഉറക്കുണ്ട്. വസൂമു വ ഉഫ്തിർ, പകലുകൾ നോമ്പുള്ളതുപോലെ തന്നെ നോമ്പില്ലാത്ത ധാരാളം പകലുകളും എനിക്കുണ്ട്. അത്തസവ്വജുന്നിസ, സ്ത്രീകളുമായി വിവാഹത്തിലേർപ്പെടുന്ന, ബന്ധത്തിലേർപ്പെടുന്നവനാണ് ഞാൻ. ഫമൻ റഹിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്തിനെ വെറുക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലുന്നാസി ഈമാന, ഈമാൻ ഏറ്റവും പൂർണ്ണമായിട്ടുണ്ടായിരുന്ന റസൂലുള്ളാഹ് അള്ളാഹിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആൾ തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് അള്ളാഹുവിനെ ഭയപ്പെടേണ്ടത്? അതിന്റെ പൂർണ്ണത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കാണിച്ചു തന്നു. അതിനപ്പുറത്തേക്കൊരു അമലിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിന്റെ ഹൃദയം പോലെ ആയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം അള്ളാഹുവിന് ഏറ്റവും ഭയപ്പെടുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ വേണ്ടതുപോലെ അമല് ചെയ്യുന്നതായിരുന്നു. ആ അമലുകൾ പൂർണ്ണമാണ്. അങ്ങനെ അമല് ചെയ്യുന്ന ഹൃദയങ്ങൾ, അമല് ചെയ്യുമ്പോൾ തന്നെ പേടിപ്പെടുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യുന്നത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. ഈമാൻ ഉള്ളിൽ കടന്നാൽ പിന്നെ ആ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അങ്ങേയറ്റത്തെ ഭയപ്പാട് അവർക്കുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകൾ. ഒന്നിലധികം ദുആകൾ, എത്രയോ ദുആകൾ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരങ്ങളിലും മറ്റും ദുആ ചെയ്യുന്ന, നിരന്തരമായി ദുആ ചെയ്യുന്ന ദുആകളുടെ കൂട്ടത്തിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി, അല്ലാഹുവേ നിന്റെ ഇസ്സത്ത് മുൻനിർത്തി ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഹഖനുസരിച്ച് ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായി മറ്റൊരു ഇലാഹില്ല. തൗഹീദ് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യുന്നു. അള്ളാഹിന്റെ സിഫത്തിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യുന്നു. അഊദു ബിഇസ്സതിക, അള്ളാഹിനോട് രക്ഷ ചോദിക്കുന്നു. എന്തിൽ നിന്ന്? അൻ തുദില്ലനി, റബ്ബേ എന്നെ നീ പഴപ്പിച്ചു കളയരുതേ. ഹൃദയം അത്രത്തോളം പേടിപ്പെടുന്നതാണ്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത്, വഴിതെറ്റിപ്പോകുന്നത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഇതാണ് മുഅ്മിനീങ്ങളുടെ ദുആ. ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയം തെറ്റിച്ച് കളയല്ലേ റബ്ബേ, ഞങ്ങളുടെ ഹൃദയത്തെ പഴപ്പിക്കല്ലേ റബ്ബേ. ഹിദായത്ത് തന്നതിന് ശേഷം, ഹക്ക് മനസ്സിലായതിനു ശേഷം, ഈമാൻ ഉൾക്കൊണ്ടതിന് ശേഷം വലാലത്തിലേക്ക് പോകുന്നതിൽ നിന്ന് റബ്ബേ നീ കാത്തുരക്ഷിക്കണേ. ഈ പേടി ഉള്ളിൽ കടന്ന ഹൃദയം, ഹൃദയത്തിൻ്റെ ഉള്ളിൽ കടന്ന ഈമാൻ, ആ ഈമാനുമായിട്ട് അവർ ജീവിക്കുന്നത് പക്ഷികളെപ്പോലെയാണ്. പേടിച്ചു വിറച്ചുകൊണ്ടാണ്, നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്താലാണ്, അങ്ങേയറ്റത്തെ ജാഗ്രതയിലാണ് ഈ ദുനിയാവിൽ അവർ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ നൈർമല്യത്തോടുകൂടി, ഒരിക്കലും അങ്ങനത്തെ ഒരു ഹൃദയത്തിൽ ഒളിവുണ്ടാവില്ല, അഹങ്കാരം ഉണ്ടാവില്ല. നഷ്ടപ്പെട്ടു പോകുമോ ഈമാൻ എന്നുള്ള പേടിയാണ്. ചെയ്തിരിക്കുന്ന അമലുകൾ അള്ളാന്റെ അടുക്കൽ ഉപകരിക്കാതെ പോകുമോ എന്ന പേടിയിലാണ്. ആ ഹൃദയങ്ങളിൽ പിന്നെ എവിടെ നിന്നാണ് അഹങ്കാരം കയറി വരിക, കിബിറ് കയറി വരിക, ഒളിവ്. അതുപോലെ തന്നെ ഇഖ്ലാസ് നഷ്ടപ്പെടുത്തുന്ന രോഗങ്ങൾ, അതൊന്നും അതിലേക്ക് കയറാതിരിക്കാൻ ഈ പറഞ്ഞതുപോലെ പക്ഷികളുടെ ഹൃദയം പോലെ ഹൃദയം അത്രത്തോളം ഈമാൻ നിറഞ്ഞുകൊണ്ട് ആർദ്രതയുള്ള രക്തത്തുള്ള നൈർമല്യമുള്ള ലയ്യനായ സോഫ്റ്റായ ഹൃദയമായി മാറും അവരുടെ ഹൃദയം. മാത്രമല്ല
അള്ളാഹുവിന്റെ ദിക്ർ അതുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. അള്ളാഹുവിന്റെ ആയത്തുകൾ, അള്ളാഹുവിന്റെ കലാമ് നിരന്തരമായി അത് വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും തദബ്ബുർ ചെയ്യുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നതായിരിക്കും ആ ഹൃദയം. അപ്പോ സ്വാഭാവികമായ ഹൃദയത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? വഇദാ തുത്ല അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വജിലത്ത് ഖുലൂബുഹും. അവരുടെ ഹൃദയങ്ങൾ വജ്ജില, പിടക്കുന്നതായിരിക്കും, പേടിക്കുന്നതായിരിക്കും. അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ആ ഹൃദയങ്ങൾ പേടിപ്പെടുന്നതായിരിക്കും. ആ ആയത്തുകൾ പഠിച്ചുകൊണ്ട് ഈമാൻ വർദ്ധിക്കുന്നതായിരിക്കും. സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. റബ്ബിൽ പരിപൂർണമായി തവക്കുലാക്കുന്നവരായിരിക്കും. അതാണ് ഈ പറഞ്ഞ ആയത്തിൽ പറഞ്ഞ ഈ വസ്ഫുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസിലുള്ളത്. ചെറുതായിട്ട് ഉപമയായിട്ട് പറഞ്ഞത് ആ പറഞ്ഞ അതേ ഔസാഫുകളാണത്. അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ? ആരാണ് മുഅ്മിനീങ്ങൾ? മുഖ്ബിത്തീങ്ങളായ, മുഅ്മിനീങ്ങളായ, മുവഹ്ഹിദീങ്ങളായ, ഈമാൻ ഉൾക്കൊണ്ടിട്ടുള്ള മുഅ്മിനീങ്ങൾ ആരാണ്? സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ആരാണ്? അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്. അല്ലാഹനെ കുറിച്ചുള്ള ദിക്ർ, അവന്റെ കലാമ്, അവനെ സംബന്ധിച്ചുള്ള ദിക്ർ, അവന്റെ അസ്മാഉകൾ, അവന്റെ സിഫാത്തുകൾ, അവന്റെ അഹ്കാമുകൾ, അവന്റെ അഖ്ബാറുകൾ അത് വിവരിക്കുന്ന മജാലിസുകളിൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കും, പിടക്കും. അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ റബ്ബിൽ തവക്കുലാക്കുന്നവരായിരിക്കും അവർ. ഇന്നമൽ മുഅ്മിനൂൻ, അള്ളാഹു പറഞ്ഞു ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ മാത്രമാണ്. അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും, അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ചെയ്യപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കും. മിസ്ല ത്വയ്ർ, പക്ഷികളെ പോലെ, പക്ഷികളുടെ ഹൃദയങ്ങൾ പോലെ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അതിന്റെ മആനികൾ തദബ്ബുർ ചെയ്തുകൊണ്ട്, ആലോചിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഈമാൻ വർദ്ധിക്കും. ഈമാൻ വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഈമാൻ വർദ്ധിക്കുന്നത്? നമ്മൾ ഈമാന്റെ മുസമ്മ പഠിച്ചു പോന്നിട്ടുള്ളവരാണ്. എങ്ങനെ ഈമാൻ വർദ്ധിക്കുന്നുള്ളതാണ് ഉലമാക്കൾ പറഞ്ഞു പോന്നിട്ടുള്ളത്. യസീദു ബിത്വാഅ വയൻഖുസു ബിൽ മഅസിയ. ഈമാൻ വർദ്ധിക്കും, അവരുടെ ത്വാഅത്തിൽ വർധനവുണ്ടാകും, അവരുടെ അഅമാലുകളിൽ വർധനവുണ്ടാകും. ഹൃദയത്തിന്റെ അമലുകളിലും ശരീരം കൊണ്ടുള്ള അവയവങ്ങൾ കൊണ്ടുള്ള അമലുകളിലും വർധനവുണ്ടാക്കും. അതാണ് സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. തങ്ങളുടെ റബ്ബിൽ തവക്കുലാക്കുന്നവരായിരിക്കും അവർ. അതാണ് ലൗ തവക്കൽതും അലല്ലാഹ് ഹഖ്ഖ തവക്കുൽ. ശരിയായ തവക്കുലിന് മുമ്പ് പറഞ്ഞതും ഏതുപോലെയാണ്? പക്ഷികളെ തവക്കുലാക്കുന്നത് പോലെ. ലറസഖകുമുല്ലാഹു കമാ യർസുഖു ത്വയ്ർ. ആദ്യം വായിച്ച ഹദീസിന്റെ ലഫ്ളുകളിലേക്ക് ഒന്നുകൂടി തിരിച്ചു വന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഇത്തരം ഹദീസുകൾ ഇങ്ങനെയുള്ളൊരു ഇരുത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് തന്നു പോകുന്നത്, എനിക്കും നിങ്ങൾക്കും ഞാനത് ഉണർത്തിക്കൊണ്ട് പോകുന്നത്, നമുക്കത് ഒന്ന് ഹിഫ്ളാക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കഴിയുന്നതാണ്. അത്ര ചെറിയ വാക്കുകളാണ്, കുറഞ്ഞ വാക്കുകളാണ്. മാത്രമല്ല അത് ഓർത്തു വെക്കാൻ അതിൻ്റെ റാവിയാണെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ്. ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുള്ള പ്രസിദ്ധനായ സഹാബിയാണ്.
ഇനി അത് നമുക്ക് തഹ്രീജ് ചെയ്ത് തന്നിട്ടുള്ള ആ ഹദീസ് നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ള ഇമാം ആരാണ്? ഇമാം മുസ്ലിമാണ്. ഇമാം ബുഖാരി മുസ്ലിമും നമുക്ക് വളരെ പ്രസിദ്ധരാണ്. സിഹത്തിന്റെ കാര്യത്തിൽ വേറെ അധികം പരിശോധിക്കാനൊന്നുമില്ല, സ്വഹീഹാണ്. ഹദീസ് വളരെ ഒരു വരി അതല്ലത്, ഒറ്റ വരി, അല്ലെങ്കിൽ ഒരു വരി മുഴുവനില്ല. യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ, യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ, യദ്ഖുലുൽ ജന്നത സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും. അഖ്വാമുൻ ജനവിഭാഗങ്ങൾ. അഫ്ഇദതുഹും ആ മനുഷ്യരുടെ ഹൃദയങ്ങൾ, അവരുടെ ഹൃദയങ്ങൾ മിസ്ലു അഫ്ഇദത്തി ത്വയ്രി, മിസ്ലു പോലെയാണ്, തുല്യമാണ്. അത് മിസ്ൽ പോലെയാണ്. അഫ്ഇദത്തി ത്വയ്രി പക്ഷികളുടെ ഹൃദയങ്ങൾ പോലെ. യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ അഫ്ഇദതുഹും മിസ്ലു അഫ്ഇദത്തി ത്വയ്രി. عن أبي هريرة عن النبي صلى الله عليه وسلم قال يدخل الجنة أقوام أفئدتهم مثل أفئدة الطير. يدخل الجنة أقوام أفئدتهم مثل أفئدة الطير. ഇത് ഇൻഷാ അല്ലാഹ് ഞാൻ നമ്മൾ സാധാരണ മുദാക്കറ ചെയ്യാറുള്ള ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ അതിൻ്റെ ലഫ്ള് ഇപ്പോൾ പോസ്റ്റ് ചെയ്യാം. നിങ്ങളത് ആവർത്തിച്ച് വായിച്ച് അതിൻ്റെ ലഫ്ളുകൾ ശരിക്കും ആലോചിച്ച് വെക്കണം. നമ്മുടെ ഹൃദയങ്ങൾ അതുപോലെ ആയിത്തീരാൻ വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ, സ്വർഗ്ഗത്തിൽ നമ്മൾ ഒരുമിച്ച് ചേർക്കട്ടെ. فأكتفي بهذا القدر وأسأل الله العظيم رب العرش العظيم أن يتولانا جميعا في الدنيا والآخرة، وأن يجعلنا من الهداة المهتدين غير ضالين ولا مضلين. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. سبحانك اللهم وبحمدك لا إله إلا أنت أستغفرك وأتوب إليك.